നോക്ക് മോനെ, ഒന്ന് നോക്ക്. പുറത്ത് കാണണം. അള്ളാഹു ഒന്നും മറിഞ്ഞിരിക്കുന്നവനല്ല. അവന് മറിഞ്ഞിരുന്ന കളി കാണണം, കളിപ്പിക്കുന്ന ആളല്ല. അവൻ വെളിവായി നിലനിൽക്കുന്ന ആളാണ്. അതാണ് ഖുർആൻ മോനെ. ഖുർആൻ പറയുന്നത് ഖുർആൻ എന്നത് അള്ളാഹുവിൻ്റെ കലാമാണ്, അല്ലേ? കലാം എന്ന് പറഞ്ഞാൽ വചനമാണ് അള്ളാഹുവിൻ്റെ. ഏത് അള്ളാഹിൻ്റെ വചനമാണ്? റസൂൽ അള്ളാഹുവിൽ നിന്ന് മൊഴിഞ്ഞ ആ റസൂൽ അള്ളാഹുവിൻ്റെ വചനമാണ് ഖുർആൻ, അല്ലേ? അള്ളാഹിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ഏത് അള്ളാഹിൻ്റെ? അദൃശ്യനെ അള്ളാഹു സംസാരിക്കുന്നോ കേൾക്കാനോ കഴിയില്ല. പിന്നെ ജിബ്രീൽ മറ്റേതിനും കുറച്ച് അങ്ങോട്ട് വരാൻ നമുക്ക്. അതെ, ഒന്ന് കയ്യും കാലും നാവും ഒന്നുമില്ല. അതില്ല, യാഥാർത്ഥ്യത്തിലേക്ക് പോയാൽ കാണാം. നമുക്ക് കാണണം മോനല്ല, ഇതൊരു ബോധ്യമാണ്. അപ്പോൾ ആകാശഭൂമി പ്രകാശം പോയാൽ ഒന്ന് പരിധി ഒന്ന് കണ്ടുപിടിക്കും, കാണാൻ മോനെ നോക്ക്. അങ്ങനെ നിങ്ങളെ ചിന്തിപ്പിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകുന്ന പണിയാണ് എനിക്കുണ്ട്. കണ്ടെത്താനുള്ള പണിയാണ് ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ പൊട്ടത്തത്തിലോ അന്ധകാരത്തിലും മുഴുക്കി കണ്ണ് കാണാത്തവനെ പോലെയൊക്കെ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ കണ്ടുകൊണ്ട് അള്ളാഹു എനിക്ക് കാണിച്ചും അറിയിച്ചും തന്ന് ഞാൻ എല്ലാം കണ്ടും അറിഞ്ഞും അനുഭവിച്ചും അതായിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് മെഹ്റാജ്. അള്ളാഹുവിലുള്ള സഞ്ചാരമാണ് മെഹ്റാജ്. അങ്ങോട്ട് നിങ്ങളെയും കൊണ്ടുപോകണം, നിങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കണം സദാ.